സംസ്ഥാനത്തെ പോലീസ് സേന ഇത്രയധികം പക്ഷപാതപരമായി പെരുമാറിയിട്ടുള്ള മറ്റൊരു കാലവും നമുക്ക് കാണാൻ കഴിയില്ല. മുൻകാലങ്ങളിലൊക്കെ തന്നെ സർക്കാരിന്റെ നയങ്ങളാണ്, നിലപാടുകളാണ് പോലീസ് നടപ്പിലാക്കുക എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ഇത്രത്തോളം പക്ഷപാതപരമായിട്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളെ അടിച്ചൊതുക്കുന്ന, പ്രത്യേകിച്ചും മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തന്നെ തല്ലിച്ചതയ്ക്കുന്ന ഒരു പോലീസിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ 9 വർഷത്തിലധികമായിട്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റമാണ് സംസ്ഥാനത്തെ പോലീസിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പോലീസിന്റെ മന്ത്രി കൂടിയായ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം എതിരാളികൾക്കെതിരെ അവരെ തച്ചു തകർക്കുന്ന ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പല വിഷയങ്ങളിലും കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് അത് കാണാൻ കഴിഞ്ഞത് ഇന്നലെ 2 സ്ഥലങ്ങളിലായിട്ടാണ്. ഒന്ന്, വടകരയിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ DYFIയുടെ ഒരു പ്രതിഷേധം നടന്നു. അതിൽ പോലീസ്, അവിടെ ഉണ്ടായിരുന്ന ഷാഫിക്ക് സുരക്ഷ ഒരുക്കേണ്ടിയിരുന്ന പോലീസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിലേക്ക് മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ തന്നെ ഒരു മാർച്ച് സംഘടിപ്പിച്ചു. ആ മാർച്ചിനെ പോലീസ് നേരിട്ട നടപടിയും അങ്ങേയറ്റം കിരാതമായ രീതിയിലായിരുന്നു. വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഉൾപ്പെടെ അങ്ങേയറ്റം മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കുന്ന ഒരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. ഒടുവിൽ അവരെ എടുത്ത് ജയിലിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാതിരാത്രി വരെ നിന്ന് നിയമപോരാട്ടം നടത്തിയ ശേഷമാണ് വനിതാ പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കാൻ സാധിച്ചത്. ആ സമരത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത്. ക്ലിഫ് ഹൗസിലേക്ക് ശക്തമായ ഒരു മാർച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തിയത്. എന്നാൽ അതിനെ ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ഒരു സമരത്തോട്, ഒരു ജനാധിപത്യ സമരത്തോട് ഏത് വിധത്തിലാണോ പോലീസ് പെരുമാറേണ്ടതല്ലാത്തത്, ആ രീതിയിലാണ്, എങ്ങനെയാണ് പെരുമാറിക്കൂടാത്തത് പോലീസ്, ആ രീതിയിലാണ് ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നും സമീപനം ഉണ്ടായത്. പ്രവർത്തകർക്കെതിരെ കാരണമില്ലാതെ അവരെ ആക്രമിക്കുന്നു, ലാത്തിചാർജ് നടത്തുന്നു, പലർക്കുമെതിരെ മൃഗീയമായ രീതിയിലുള്ള അതിക്രമം ഉണ്ടാകുന്നു. അതിന് ശേഷം വലിയ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും ഒക്കെ തന്നെ പോലീസിനോട് കയർക്കുന്നതും പോലീസ് അതിനെതിരെ ശക്തമായ രീതിയിൽ വിമർശിക്കുന്നതും, അവർക്കെതിരെ ഞങ്ങൾ ഇനിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുക എന്ന തരത്തിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. വൈകിട്ട് വടകരയിൽ ഷാഫി പറമ്പിൽ MP അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞാണ് DYFI പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ ഒരു പ്രതിഷേധം എന്ന നിലയിൽ സമരാഭാസം തന്നെ നടത്തിയത്. ആ DYFIയുടെ അക്രമി സംഘത്തെ തുരത്തി ഓടിക്കുന്നതിന് പകരം പോലീസ് ചെയ്തത് അവരെ കൂടി അവിടെ നിർത്തിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ വാഹനത്തിനകത്ത് തന്നെ കയറ്റി അദ്ദേഹത്തെ തിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. ആ സമയത്തും ഈ പറയുന്ന DYFIയുടെ അക്രമി സംഘം അവിടെ ആ MPയുടെ വാഹനത്തിന് ചുറ്റും അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഏത് സമയത്തും MP ആക്രമിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. MPയുമായിട്ട് വാഹനത്തിനടുത്ത് വന്ന് നിന്നിട്ട് MPയുമായിട്ടും MPയുടെ ഒപ്പമുള്ള വാഹനത്തിനൊപ്പമുള്ള 2-3 പേരുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ അവര് വാക്കേറ്റം, DYFI പ്രവർത്തകർ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നു. ഒരുപക്ഷെ കയ്യാങ്കളിയിലേക്ക് വരെ പോകാവുന്ന തരത്തിലാണ് DYFI പ്രവർത്തകരുടെ പെരുമാറ്റം മാറിയത്. പിന്നീട് ആ വിഷയത്തിൽ DYFIയുടെ നേതാക്കളായ V വസീഫും ഒക്കെ തന്നെ MP ആയ ഷാഫി പറമ്പിലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സമീപനമാണ് നടത്തിയത്. അവിടെയും പോലീസ് ഈ പറയുന്ന അക്രമികളെ ഏതെങ്കിലും വിധത്തിൽ നിലയ്ക്ക് നിർത്താനോ അവരെ പിരിച്ചുവിടാനോ ഉള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതിന് പിന്നാലെ വടകരയെ MLA KK രമ ഉൾപ്പെടെയുള്ളവരാണ് വലിയ രീതിയിലുള്ള ശക്തമായ പ്രതിഷേധവുമായിട്ട് അവിടെ എത്തിയത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പോലീസിന്റെ മർദ്ദനത്തിൽ വലിയ രീതിയിൽ പരിക്ക് ഏൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ പ്രതിപക്ഷത്തെ, അല്ല പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ, KSUവിന്റെ ഒക്കെ തന്നെ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് അവർ നടത്തുന്ന അക്രമങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന, അടിച്ചൊതുക്കുന്ന സമീപനമാണ് ഈ പറയുന്ന കേരളത്തിന്റെ പോലീസ്, പിണറായി പോലീസ് കാലാകാലങ്ങളായിട്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിച്ച് SFIയോ DYFIയോ ഒരു സമരം നടത്തിയാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണങ്ങളും നൽകി അവരെ പൊതിഞ്ഞു പിടിച്ച് അവരുടെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ സംരക്ഷിക്കുന്ന പോലീസിനെ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന PM ആർഷ ഉൾപ്പെടെയുള്ളവർ നടത്തിയ, കണ്ണൂർ സർവകലാശാലയിലും ഒക്കെ നടത്തിയ സമരത്തെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. അടുത്തിടയ്ക്ക് കേരള സർവകലാശാലയിലേക്ക് SFI പ്രവർത്തകർ നടത്തിയ മാർച്ച്, അതിൽ സർവകലാശാലയുടെ 2ാം നിലയിലേക്ക് ഈ പ്രവർത്തകർ വലിഞ്ഞു പിടിച്ച് കയറുമ്പോൾ അവരെ അവിടെ നിന്നും പിരിച്ചുവിടാതെ അവരെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റുന്ന പോലീസിനെയൊക്കെ തന്നെ നമ്മൾ ലൈവായിട്ട് തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതേസമയം
അതിനു മുൻപും അതിനുശേഷവും ഒക്കെ തന്നെ യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ നടത്തിയ സമരങ്ങളെ എങ്ങനെയാണ് പോലീസ് നേരിട്ടത് എന്നതുകൂടി നോക്കണം. നമുക്കറിയാം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ കേരളമൊട്ടാകെ ചുറ്റിയടിച്ച് കോടികൾ ചെലവാക്കിയ നവകേരള സദസ് എന്ന് പറയുന്ന ഒരു ആഭാസ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും ഒക്കെ തന്നെ ഇറങ്ങിയപ്പോൾ വഴി നീളെ അവരെ അടിച്ചോടിക്കുകയും വളരെ മൃഗീയമായ രീതിയിൽ അവരുടെ തല തല്ലി പൊട്ടിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ആ രീതിയിൽ വളരെ മോശമായ രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത്. ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വരെ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി പിടിച്ചു വാങ്ങി യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ വിഷയത്തിൽ പിന്നീട് കോടതി ഇടപെട്ടാണ് കേസ് എടുക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. അങ്ങനെ കഴിഞ്ഞ 9 വർഷത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ പിണറായി പോലീസ് ചെയ്യുന്നത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടന അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയായ KSU നടത്തുന്ന സമരങ്ങൾ, സഖ്യകക്ഷികളായ മുസ്ലിം ലീഗിന്റെ ഒക്കെ തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ നടത്തുന്ന സമരങ്ങളെ ഒരു കാരണവുമില്ലാതെ യാതൊരു പ്രകോപനവുമില്ലാതെ തുടക്കത്തിൽ തന്നെ ഒരു സമരം ഇങ്ങോട്ട് വരുമ്പോൾ ആ സമരത്തിനെതിരെ പല ഘട്ടത്തിൽ പല രീതിയിലൂടെയാണ് ഒരു സമരത്തെ പോലീസ് നേരിടുന്നത് നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ പിണറായി പോലീസ് ചെയ്യുന്നത് ഒരു സമരം, പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു സംഘടന ഒരു സമരവുമായിട്ട് വന്നാൽ തുടക്കത്തിൽ തന്നെ അവർക്കെതിരെ ലാത്തിചാർജ് നടത്തുക, അവരെ വളഞ്ഞു പിടിച്ചിട്ട് ഒരു പ്രവർത്തകനെ തന്നെ 5-6 പോലീസുകാര് വളഞ്ഞിട്ടുകൊണ്ട് അടിച്ച് നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുക എന്നതാണ് ഈ പിണറായി പോലീസ് ചെയ്യുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമായ ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ. ഇത് പിണറായി വിജയന്റെ ഒരു നിർദ്ദേശം തന്നെയാകാനാണ് സാധ്യത. നമുക്കറിയാം, ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഇംഗിതത്തിനനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുക. എങ്കിൽ പോലും ഇത്രയും ഏകപക്ഷീയപരമായിട്ട് ഒരു പോലീസ് സേന പ്രവർത്തിക്കുന്നത് നമ്മൾ മുമ്പെങ്ങും കണ്ടിട്ടില്ല. 2006 VS അച്യുതാനന്ദന്റെ കാലത്തും ഒക്കെ തന്നെ ഇതുപോലെ പ്രതിപക്ഷ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമരത്തോടൊക്കെ തന്നെ ഏത് രീതിയിലാണ് പോലീസ് സമീപനം സ്വീകരിച്ചത്, എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. 2011 പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നു. അപ്പോഴും പ്രതിപക്ഷത്തിന്റെയും ഒപ്പം തന്നെ ഭരണ അനുകൂല സമരങ്ങളെയും ഒക്കെ തന്നെ എങ്ങനെ നേരിട്ടു എന്നത് നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ പിണറായി വിജയന്റെ ഭരണകീഴിൽ കഴിഞ്ഞ 9 വർഷമായിട്ടും പോലീസ് തീർത്തും ഒരു ഏകപക്ഷീയപരമായിട്ട് അല്ലെങ്കിൽ എതിരാളികളെ തച്ചൊടുക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. സാധാരണ നമ്മൾ പറയും, മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ വിളിക്കാറുണ്ട്. കാക്കിക്കുള്ളിൽ പോലീസ് എങ്കിൽ നിയമം പാലിക്കുമെന്ന് പറയും ഒക്കെ തന്നെയാണ് വിളിക്കുക. അത് എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ തന്നെ വിളിക്കുന്നതാണ്. CPM-ന്റെ ആയാലും കോൺഗ്രസിന്റെ ആയാലും വിവിധ സംഘടനകളും പ്രവർത്തകരും ഒക്കെ തന്നെ വിളിക്കും. ഇപ്പോൾ ഇവിടെ കാക്കിക്കുള്ളിൽ സഖാക്കൾ തന്നെയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഓരോ പ്രതിപക്ഷ സമരങ്ങളെയും ഈ പറയുന്ന കേരളത്തിലെ പോലീസ് നേരിടുന്നത്.